നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ അഞ്ചലോട്ടിയുടെ ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻ്റാണ് തൻ്റെ ഗോളിന് നിദാനം, തൻ്റെ അസിസ്റ്റിന് നിദാനം എന്ന് തുറന്നു പറയുന്നു വിനി ജൂനിയർ. ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ നേടിയ ഗോളുകൾക്ക് പുറകിലൊക്കെ നമ്മൾ വിനിയെ കാണുന്നുണ്ട്. ഇപ്പോൾ ഹെയ്റ്റിയെ 3-0 തോൽപ്പിക്കുമ്പോഴും വിനിയുടെ മികച്ച പ്രകടനം, കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനി ജൂനിയർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കാർലോ അഞ്ചലോട്ടി എന്നോട് ആവശ്യപ്പെട്ടു ടു പ്ലേ ഡീപ് ബിറ്റ്വീൻ ദി സി ബീസ്, എതിർ ടീമിൻ്റെ സി ബീസിന് ഇടയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. സോ ഹി വാസ് റൈറ്റ്. അദ്ദേഹം പറഞ്ഞതായിരുന്നു അതിന് ശരി. ഞാൻ ഗോളടിച്ചു, ഞാൻ അവിടെ കളിക്കുമ്പോൾ ഗോളടിച്ചു. സോ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിനി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടി പറയുകയുണ്ടായി. ബ്രസീലിൽ ഒരു അറ്റാക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ ഇതുണ്ടായിരുന്നു. അതാണ് വിനിയും പറയുന്നത്. അതായത് വിനിയെ കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് മാറ്റുക, അതാണ് ഇൻ ബിറ്റ്വീൻ സി ബീസ്, എതിർ ടീമിൻ്റെ സി ബീസിനിടയിലേക്ക് കടക്കാൻ പറ്റുക, ലെഫ്റ്റ് വിങ്ങിൽ മാത്രം കളിക്കാതെ. അപ്പോൾ അതാണ് ആഞ്ചലോട്ടിയും പറയുന്നത്. വിനിയെ കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ വന്നാൽ ഇടത് പാർശ്വത്തിലെ കളി കൂടുതലായിട്ട് ഡഗ്ലസ് സാന്റോസിനെ ഏൽപ്പിക്കാം. അത് അദ്ദേഹം നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്തു. വിനി വളരെ ഡേഞ്ചറസ് ആണ്. അത് വൺ ഓൺ വൺ സിറ്റുവേഷനിൽ മാത്രമല്ല, അറ്റാക്കിംഗ് ഡെപ്തിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അറ്റാക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്ററിലൂടെ വന്നിട്ട് അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. അവിടെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവൻ ഗോളടിച്ചു, അവൻ അസിസ്റ്റ് കൊടുത്തു. വിനിക്ക് അങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അവന് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാൻ ചെയ്തത് എന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. സോ ആഞ്ചലോട്ടി പറഞ്ഞതും വിനിയുടെ ഈ വാക്കുകളും കൂടി ചേർത്ത് വായിക്കുക. ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് വിനി ജൂനിയറെ വെറും വിങ്ങിലൂടെ മാത്രം കളിപ്പിക്കാതെ സെൻറ്ററിലേക്ക് കൂടി മാറ്റുന്നു. ബ്രസീൽ നമുക്കറിയാം ഒരു പ്രോപ്പർ നമ്പർ 10 ഇല്ലാതെയാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ റോള് കൂടി ഏൽക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ മധ്യത്തിലേക്ക് മാറ്റുന്നു. കുറച്ചുകൂടി പൂർണ്ണമായിട്ട് മധ്യത്തിലേക്കല്ല, ഇടതിനോട് ചാരി മധ്യത്തിലൂടെ കളിക്കുന്ന ഒരു രൂപത്തിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലി വന്നിട്ടും വിനി കുറച്ച് നേരം സ്ക്വാഡിൽ പ്ലേയിങ് ലെവലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശം. സോ സംഗതി വളരെ വ്യക്തമാണ്. ആഞ്ചലോട്ടിയുടെ ടാക്റ്റിക്കൽ ചേഞ്ചാണ് വിനി ഇപ്പോൾ ബ്രസീലിനായിട്ട് ഗോളടിച്ച് കൂട്ടുന്നതിൽ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.